എറണാകുളം വടക്കൻ പറവൂരിൽ മകൻ പിതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ലിൻഡോ എന്ന യുവാവാണ് അപ്പച്ചനായ രാജുവിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. പ്രതിയെ വടക്കൻ പറവൂർ പോലീസ് പിടികൂടിയെന്നാണ് ലഭിക്കുന്ന വിവരം. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത. ലാൽകൃഷ്ണൻ, ഇതൊക്കെ കേരളത്തിൽ അപൂർവമായ വാർത്തയല്ലാതായി മാറിയിട്ടുണ്ട്. മകൻ അച്ഛനെ കൊല്ലുക, അച്ഛൻ മകനെ കൊല്ലുക, ആക്രമിക്കുക, ഇതൊക്കെ നമ്മുടെ മലയാളി ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്നത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നു. പറയൂ ലേറ്റസ്റ്റ് വാർത്തയുടെ വിവരങ്ങൾ. എസ്കെന്റെ നേതൃത്വത്തിൽ കുറച്ച് നാൾ മുമ്പ് ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ സംസ്ഥാനത്തൊട്ടാകെ നടത്തിയിരുന്നു. ആ ക്യാമ്പിന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ തന്നെ യുവാക്കൾക്കിടയിലുള്ള ലഹരിയുടെ വർധനമാണ്. അതുതന്നെയാണ് വടക്കം പറവൂരിലെ കെടാമംഗലത്തും സംഭവിച്ചിരിക്കുന്നത്. ഈ ലിൻഡോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലഹരിക്ക് അടിമയാണെന്ന് മാത്രമല്ല, ഈ ലഹരിയുടെ അടിമയുടെ പുറത്ത് അയാൾ വലിയൊരു ക്രിമിനലായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ക്രിമിനൽ പശ്ചാത്തലം മൂർച്ഛിച്ച് അയാൾ കാപ്പ കേസിൽ പോലും പ്രതിയായിട്ട് ഇപ്പോൾ നിലവിലെത്തുന്നുണ്ട്. അയാളുടെ പേരിൽ കാപ്പ അടക്കമുള്ള വകുപ്പുകൾ പോലും ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ പോലും ഇയാളെ നിയന്ത്രിക്കാൻ കുടുംബത്തിലുള്ളവർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. പിതാവുമായിട്ട് നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരാളായിരുന്നു ലിൻഡോ എന്നുള്ളത് വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രിയും സംഘർഷമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ വാക്കുതർക്കത്തിലെല്ലാം ഏർപ്പെട്ടിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കെടാമംഗലത്തെ വീട്ടിൽ വെച്ച് പിതാവിനെ ഇയാൾ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നത്. പിതാവിൻ്റെ തോളിനും പുറത്തും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ആക്രോശിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് നിലവിൽ വടക്കം പറവൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പിതാവ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എത്ര രീതിയിലാണ്, എത്ര മാരകമായിട്ടാണ് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നൊരു വിവരം. സ്വന്തം പിതാവാണെന്ന് പോലും നോക്കാതെയാണ് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരു തലമുറ ഇത്തരം കൃത്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും സമീപവാസികൾക്കടക്കം ഇക്കാര്യത്തിൽ കൃത്യമായി വിവരം നൽകാൻ കഴിയുന്നത് ലിൻഡോ സ്ഥിരം അക്രമകാരിയാണ്, ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്, ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്നുള്ള കാര്യം കൂടിയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.